ഇതിലിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഹാമിൽട്ടണോ ഷുമാർക്കറോ ഒക്കെ ആയിട്ട് തോന്നും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഗോകാർട്ടിംഗ് സർക്യൂട്ടാണിത്. നിങ്ങൾ ഇതുവരെ ഓടിച്ച ഏത് ഗോകാർട്ടിനേക്കാളും ത്രില്ല് തരുന്ന ഒരു അഡാർ ഐറ്റം. ഇതുവരെ ഓടിച്ച പീക്കിരി കളിപ്പാട്ടം പോലത്തെ ഗോകാർട്ടുകളല്ല, 390cc ഉള്ള നല്ല പവർ സാധനമാണ്. ഇതും കൊണ്ട് ട്രാക്കിലൂടെ പറക്കാം. ഗോകാർട്ടിംഗ് ചിലപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെയുള്ള കുഞ്ഞൻ ഗോകാർട്ടിംഗ് മാത്രം ചെയ്ത് പരിചയമുള്ളത് കൊണ്ടാവും ഈ ഒരു ഐറ്റത്തിൽ കയറി ആക്സിലേറ്റർ കൊടുത്തപ്പോൾ കിട്ടിയ ആ ഒരു ഫീല് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. 1.5 കിലോമീറ്റർ ആണ് ഈ ട്രാക്കിന്റെ ടോട്ടൽ ലെങ്ത്. മാക്സിമം എക്സൈറ്റ്മെന്റും അഡ്രിനാലിൻ ഡ്രൈവർക്ക് കിട്ടുന്ന തരത്തിലാണ് ഇതിന്റെ ഡിസൈൻ. മലേഷ്യയിലെ കോലാലംപൂരിനടുത്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ ഗോകാർട്ടിംഗ് ഉള്ളത്. മലേഷ്യയിലേക്ക് നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം കൂടി നിങ്ങളുടെ പ്ലാനിൽ ഉൾപ്പെടുത്തണം. മലേഷ്യയിലേക്ക് എങ്ങനെ പോകണം, എത്ര രൂപ ചെലവാകും, വിസ എങ്ങനെ എടുക്കാം തുടങ്ങി മലേഷ്യ യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും നമ്മൾ മലേഷ്യ ട്രാവൽ ഗൈഡ് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മലേഷ്യ പോകാൻ ആഗ്രഹിക്കുന്നവർ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ ബഡ്ജറ്റിൽ മലേഷ്യ പോയി വരാം. അപ്പൊ കോലാലംപൂരിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഈ ഗോകാർട്ടിംഗ് ചെയ്യാൻ പോകാം. LYL ഇന്റർനാഷണൽ കാർട്ടിംഗ് സർക്യൂട്ട് എന്ന് സെർച്ച് ചെയ്താൽ ഗൂഗിൾ മാപ്പിൽ ഇത് കിട്ടും. കോലാലംപൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഏറ്റവും നല്ല മാർഗം ഗ്രാബ് ആപ്പ് വഴി ടാക്സി ബുക്ക് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്കൂട്ടർ എൻ്റെ അടുത്ത് വരാം. ഇങ്ങോട്ടേക്ക് ബസ് സർവീസ് ഒന്നുമില്ല. പിന്നെ മെട്രോ എടുത്താൽ ഇതിന് ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ 8 കിലോമീറ്റർ അകലെയാണ്. സോ മെട്രോയിൽ വന്നാലും പിന്നെ വീണ്ടും ടാക്സി വിളിക്കേണ്ടി വരും. അങ്ങനെ ഇവിടെ എത്തിയാൽ ഇവിടെ പാർക്കിംഗ് ചെയ്യാനുള്ള സ്ഥലം കാണാം. അവിടെ വണ്ടി നിർത്തി ഉള്ളിലോട്ട് കയറാം. സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നാൽ അവിടെ വെയിറ്റ് ചെയ്യാനുള്ള ഏരിയ കാണാം. പിന്നെ ഒബ്സർവേഷൻ ഡെക്ക് പോലെ ഗ്ലാസ് ഇട്ട ഒരു വലിയ സ്ഥലം. അവിടെ നിന്നാൽ അപ്പുറത്ത് റേസിംഗ് നടക്കുന്നത് കാണാൻ പറ്റും. അതിങ്ങനെ നോക്കി നിന്നാൽ തന്നെ സമയം പോകുന്നത് അറിയില്ല. ഇവിടെ നിന്ന് ഉള്ളിൽ കയറിയാൽ ഇതിന് ടിക്കറ്റ് കൗണ്ടറും കാണാം. ഇവിടെ പ്രൈസ് ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും. 70 റിംഗിറ്റാണ് 270cc കാറിൽ കയറാനുള്ള ചാർജ്. 390cc ആണെങ്കിൽ 85 റിംഗിറ്റാണ്. പിന്നെ 2 പേർക്ക് ഇരിക്കാവുന്ന ഗോകാർട്ടുകളും ഉണ്ട്. അതിന് 115 റിംഗിറ്റാണ് ടിക്കറ്റ് ചാർജ്. കപ്പിളൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് ഒരു കാറിൽ ഇരിക്കണമെങ്കിൽ ഈ 2 സീറ്റുള്ള കാർ എടുക്കാം. അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടെങ്കിലും 2 സീറ്റാണ് നല്ലത്. പിള്ളേരെ ഒരു സീറ്റിലിരുത്തി നമുക്ക് ഡ്രൈവ് ചെയ്യാം. ടോട്ടൽ 1.5 കിലോമീറ്റർ ആണ് ഈ ട്രാക്കിന്റെ ദൂരം. അതിൽ മൊത്തം 21 കോർണറുകൾ ഉണ്ട്. 10 ലെഫ്റ്റ് കോർണറുകളും 11 റൈറ്റ് കോർണറുകളും. നല്ല ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ട്രാക്കിലൂടെ വണ്ടി ഓടിക്കുന്നത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾതായി കാണുന്ന പോലെ തലയിലിടുന്ന ഒരു ബലാക്ലാവയും കയ്യിലിടുന്ന ഒരു ഗ്ലൗസും പറ്റുമെങ്കിൽ കൊണ്ടുവന്നോളൂ. കാരണം ഇത് രണ്ടും ഇട്ടാലേ ഇവർ കാർ ഓടിക്കാൻ അനുവദിക്കൂ. ഇത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ അവിടെ നിന്ന് അവർ വിൽക്കുന്നത് വാങ്ങേണ്ടി വരും. ഇതാ കണ്ടില്ലേ, ഇതാണ് ഇവർ ഇവിടെ വിൽക്കുന്ന ഗ്ലൗസ്. 250 രൂപയാണ് ഒരു പെയർ ഗ്ലൗസിന്. അതുപോലെ തന്നെ ബലാക്ലാവയ്ക്കും. ഗ്ലൗസ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇവിടുന്ന് വാങ്ങിയാലും മതി. തലയിലിടുന്ന ബലാക്ലാവ നിങ്ങൾ കൊണ്ടുവരുന്നതാവും നല്ലത്. ഇവിടെ 250 രൂപയ്ക്ക് കിട്ടുന്നത് വളരെ കട്ടി കുറഞ്ഞ ഒരു ലോ ക്വാളിറ്റി ഐറ്റമാണ്. ആ പൈസയ്ക്ക് നല്ല സാധനം നാട്ടിൽ കിട്ടും. അപ്പൊ ഇത് ഓർമ്മയിലിരിക്കട്ടെ. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ബ്രീതിങ് സെഷൻ ഉണ്ട്. ഈ കാർ ഓടിക്കാനുള്ള നിർദ്ദേശവും സേഫ്റ്റി പ്രിക്കോഷൻസും ട്രാക്കിലെ നിയമങ്ങളും ഗോകാർട്ടിന്റെ പാർട്സിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു തരും. ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ടിക്കറ്റ് കൊടുക്കുന്നതും ക്ലാസ് എടുക്കുന്നതും. അത് കഴിഞ്ഞാൽ വെയിറ്റിംഗ് ഏരിയയിൽ പോയി വെയിറ്റ് ചെയ്യാം. ടൈം ആവുമ്പോൾ നമ്മുടെ ടോക്കൺ നമ്പർ അവിടെ അനൗൺസ് ചെയ്യും. അപ്പൊ നമ്മൾ താഴേക്ക് പോയാൽ മതി. സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയാൽ അവിടെ കാണാം പാർക്ക് ചെയ്തിരിക്കുന്ന ഗോകാർട്ടുകൾ. അത് കാണുമ്പോൾ തന്നെ ഹാമിൽട്ടണും ഷുമാർക്കറും ഒക്കെ മനസ്സിലിങ്ങനെ മിന്നി മറയും. തൊട്ടപ്പുറത്ത് ഹെൽമെറ്റുകൾ വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് നമുക്കൊരു ഹെൽമെറ്റ് എടുക്കാം. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ബലാക്ലാവയുടെ യൂസ് മനസ്സിലാവുന്നത്. എല്ലാവരും വെക്കുന്ന ഹെൽമെറ്റ് ആയതുകൊണ്ട് ഈ മാസ്ക് ഇടാതെ ഹെൽമെറ്റ് വെക്കാൻ സമ്മതിക്കില്ല. ഒന്നാലോചിച്ചാൽ അതൊരു നല്ല പരിപാടി തന്നെയാണ്. എന്തായാലും ഞാനും ഇതൊക്കെ ഇട്ട് ഹെൽമെറ്റ് വെച്ചു. അത് കഴിഞ്ഞാൽ നേരെ നിർത്തിയിട്ടിരിക്കുന്ന ഗോകാർട്ടുകളിൽ കയറിയിരിക്കാം. എല്ലാവരും റെഡി ആയി കഴിഞ്ഞാൽ കൗണ്ട് ഡൗൺ തുടങ്ങും. അവിടുന്ന് അങ്ങോട്ട് പിന്നെ കാറ് പറപ്പിച്ച് കളിക്കാം.
ഗോ കാർട്ടിംഗ് ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ നാട്ടിലും ചെറിയ ചില ഗോ കാർട്ടിംഗ് ട്രാക്കുകൾ ഉണ്ട്. അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് ഈ അമണ്ടൻ സാധനത്തിൽ കയറിയപ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ത്രില്ല് അനുഭവിച്ചത്. ടോട്ടൽ 21 കോർണറുകൾ ഉണ്ട്. അത് തന്നെ മതി ഡ്രൈവിംഗിന്റെ ആ ഫുൾ ഫീൽ അനുഭവിക്കാൻ. 1.5 കിലോമീറ്റർ ആണ് സർക്യൂട്ട് ലെങ്ത്. അതിൽ ലാപ്പുകൾ അനുസരിച്ച് നമുക്ക് കാർട്ട് ഡ്രൈവ് ചെയ്യാം. ഇതിനകത്ത് കയറിയ പിന്നെ നമ്മൾ ഇതിങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കും, സമയം പോകുന്നത് അറിയില്ല. അത്രയും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കണമെന്നില്ല ഗോ കാർട്ടിംഗ്. ഡ്രൈവിങ്ങിനോടും കാറുകളോടും കമ്പമുള്ളവർ മലേഷ്യയിൽ വന്നാൽ ഈ എക്സ്പീരിയൻസ് മിസ്സാക്കരുത്. ഇത് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്തത് നാട്ടിലെത്തിയിട്ട് ഒരെണ്ണം വാങ്ങി പറമ്പിലിട്ട് ഓടിക്കണം എന്നാണ്. കൂടുതൽ ഞാൻ വിവരിച്ച് സമയം കളഞ്ഞില്ല. അപ്പോൾ മലേഷ്യ വരുന്നവർ ഇതുകൂടി നിങ്ങളുടെ ഐറ്റിനറിയിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ട്രാക്കിൽ അനുവദിച്ചിരിക്കുന്ന സമയം കഴിയുമ്പോൾ തിരിച്ച് തുടങ്ങിയ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് മടങ്ങാം. എത്ര സമയം ഡ്രൈവ് ചെയ്താലും മതിയാവില്ലെങ്കിലും കൊടുത്ത കാശിന് കിട്ടുന്ന സമയം കഴിഞ്ഞുകൊണ്ട് മനസ്സോടെ കാർട്ട് പാർക്ക് ചെയ്ത് ഇറങ്ങി. അപ്പോൾ മലേഷ്യ പോകുന്നവർ നോട്ട് ചെയ്ത് വെച്ചോ, LYL ഇന്റർനാഷണൽ കാർട്ടിംഗ് സർക്യൂട്ട്. മലേഷ്യ യാത്രയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ മലേഷ്യ ട്രാവൽ ഗൈഡ് വീഡിയോ കണ്ടാൽ മതി. അതിൽ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കിട്ടും. വേറെയും എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ DM അയച്ചോളൂ, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പം മലേഷ്യ മാത്രമല്ല തായ്ലൻഡും ട്രെൻഡായി നിൽക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഇന്റർനാഷണൽ യാത്ര മലേഷ്യ പോകണോ തായ്ലൻഡ് പോകണോ എന്ന് സംശയമുള്ളവരുണ്ട്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ളവർ പേടിക്കേണ്ട. തായ്ലൻഡിലേക്ക് പോകുന്നതിന്റെ ഗൈഡും ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോയ്ക്ക് നമ്മുടെ ചാനലിലുണ്ട്. അത് കണ്ടാൽ തായ്ലൻഡിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറും. അപ്പൊ ഈ 2 സ്ഥലങ്ങളിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവർ മലേഷ്യയുടെയും തായ്ലൻഡിന്റെയും ഗൈഡ് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യുക. ഈ 2 സ്ഥലങ്ങളും ഏറെക്കുറെ സിമിലർ ആണ്. 2 സ്ഥലത്തേക്കും വിസ ഫ്രീ ആണ്. ബഡ്ജറ്റും ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ കാണാനുള്ള കാഴ്ചകൾ വ്യത്യസ്തപ്പെട്ടിരിക്കും. അപ്പൊ നിങ്ങൾ ഈ 2 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ സ്ഥലത്ത് എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന്. അപ്പൊ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പോകാനുള്ള സ്ഥലം സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് പാക്കേജിന്റെ സഹായമില്ലാതെ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്വന്തമായി യാത്ര പ്ലാൻ ചെയ്തു പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഓൺലൈൻ ഗൈഡാണ് നമ്മുടെ ചാനൽ. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും സ്വന്തമായി യാത്ര ചെയ്യുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ പുതിയ ട്രാവൽ ഗൈഡുകൾ അറിയാനായിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്ത് വെച്ചോളൂ.